ഹൈന്ദവ കുടുംബങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീടുകളിൽ ഒരു രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും വാങ്ങി വയ്ക്കണം. അതിലെ ഒരു പേജെങ്കിലും എല്ലാ ദിവസവും വായിക്കാൻ ശീലിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ വായിക്കാനായിട്ട് ശീലിപ്പിക്കുക. നിത്യവും രാവിലെ കുളി കഴിഞ്ഞാൽ നിലവിളക്ക് വൃത്തിയായി കത്തിച്ച് ഗണപതി, ഭഗവതി, കുടുംബ പരദേവത, അതുപോലെ നമ്മളുടെ ഇഷ്ടദേവത തുടങ്ങിയ ദേവതകളെ പ്രാർത്ഥിച്ച് 3 ഏത്തെങ്കിലും ഇട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. അതുപോലെ നമ്മുടെ വീടുകളിൽ ഒരു ഭസ്മക്കൊട്ടയും അതിൽ കുറച്ച് ഭസ്മവും ഇട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. സന്ധ്യയ്ക്ക് ഒരു നുള്ളു ഭസ്മം ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തൊടണം. അറിയുന്ന സന്ധ്യാനാമങ്ങൾ ജപിക്കുക. കർക്കിടമാസം വരുമ്പോൾ രാമായണത്തിലെ 2 വരികളെങ്കിലും വായിക്കണം. നിത്യവും വായിക്കണം. കാരണം രാമായണം നിത്യവും വായിക്കുന്നത് ശ്രേയസ്കരമാണെന്ന് മനസ്സിലാക്കുക. അവരവരുടെ പിറന്നാൾ ദിവസം അറിഞ്ഞ് അന്ന് ക്ഷേത്ര ദർശനം, അതുപോലെ പുഷ്പാഞ്ജലി മാല ചാർത്ത്, അത്രയെങ്കിലുമുള്ള വഴിപാടുകൾ നടത്തുക. വൈശാഖ മാസം വരുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ടും അതുപോലെ വിഷ്ണു ഭജനം നടത്താനും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ശ്രമിക്കണം. ചിങ്ങത്തിലെ തിരുവോണം, വൃശ്ചികത്തിലെ തൃക്കാർത്തിക, ധനുമാസത്തിലെ തിരുവാതിര, വിനായക ചതുർത്ഥി, തൈപ്പൂയം, ഗുരുവായൂർ ഏകാദശി, വൈക്കത്തഷ്ടമി, ഇല്ലനിറ പുത്തരി തുടങ്ങിയ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ആ ദിവസമെങ്കിലും വീടുകളിൽ ശുദ്ധാഹാരമായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വ്രതങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇതും മാത്രമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. മേൽപ്പറഞ്ഞ ഹൈന്ദവ സംസ്കാരം എല്ലാം സംരക്ഷിക്കണമെങ്കിൽ അവ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകരണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ വീടുകൾ തന്നെയാണ് വൃത്തിയാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീടും കുടുംബവും ഉയരും, സന്തോഷ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അതിൽ ഏറ്റവും ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക.